വളരെ നേരത്തെ വളരെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിന്ത ഇവിടെയൊന്നും അല്ല, വേറെ എവിടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് യാത്ര ഇപ്പം? ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. പിന്നെ എന്താണ് ഓരോ പറയുമ്പോഴേ നമ്മുടെ ലൊക്കേഷനിലെ പല കാര്യങ്ങളും ഭയങ്കര ഈ പറഞ്ഞൊരു റൊമാൻസ് എന്നുള്ള ഇപ്പൊ ട്രെയിലർ കണ്ട പോലെ ഒരു കൂട്ടം ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ജേണിയാണ്. ആ നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പറഞ്ഞാലും ഞാൻ അധികം ദിവസം ഉണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞത്. എന്റെ ക്യാരക്ടർ മിസ്സിംഗ് ആവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആദ്യം മുതലേ ഇവരോട് അത്ര സിങ്ക് ആവാനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട്, പിന്നെ 2 ദിവസം, പിന്നെ അത് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഒക്കെ കോസ്റ്റ്യൂം ഒരു കോസ്റ്റ്യൂമിലാണല്ലോ കാണാതാവുന്നത്. 2 കോസ്റ്റ്യൂം ഉണ്ടല്ലേ? അല്ല വേറെ ഉണ്ട്. പഴയ ഓരോ വീടിന്റെ അവിടെ. അതിൽ ഈ പറഞ്ഞ ഇവരെ രണ്ടുപേരും മെയിനായിട്ടൊരു അതായത് ഞങ്ങളൊരു 40 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും. അല്ലാത്ത സമയങ്ങളൊക്കെ എല്ലാവരും തകർക്കും. ശ്യാമിന്റെ ഒരു ഉത്തരം പറയാറാവുമ്പോഴേക്കും എല്ലാവരും അല്ല അത് പറഞ്ഞാൽ ഇതിൽ ഇവര് രണ്ടുപേരുമായിട്ട് 3ാമത്തെ സിനിമയാണ്, ADJ ആയിട്ട് 2ാമത്തെ സിനിമയാണ്. അപ്പൊ ഇവരായിട്ട് ഓൾറെഡി ഒരു ബോണ്ടിങ് ഉണ്ട്. ഇവരെ രണ്ടുപേരാണ് പറഞ്ഞാൽ ആദ്യമായിട്ട് അർജുനെ പറഞ്ഞാൽ നേരത്തെ അറിയാം. ഞാൻ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് മെസ്സേജ് അയക്കായിരുന്നു. മഹിമയെ നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും എല്ലാവരുമായിട്ട് ഒരു ബോണ്ടിങ് നമുക്ക് ഉണ്ടായി. ശരിക്കും പ്രൊമോഷൻ തുടങ്ങിയല്ലേ, ഞാൻ കുറച്ചുകൂടി ഇവരായിട്ട് ഞാൻ ബോണ്ടിങ് ആവുന്ന എനിക്കൊന്ന് പ്രൊമോഷൻ തുടങ്ങിയ ശേഷം. ഇനിയും കുറച്ച് ദിവസം പ്രൊമോഷൻ ഉണ്ട്, അപ്പൊ നോക്കാം. കുറച്ച് ദിവസം അല്ല, ഇനി കുറച്ച് ദിവസം പ്രൊമോഷൻ ഉണ്ടെന്ന് കാണാതെ പോകുന്നതല്ല. ഈ ക്യാരക്ടർ അങ്ങ് മേടിച്ചോ, കണ്ടുപിടിച്ചവനെ വിട്ടിട്ടില്ല. അതല്ലേ, കണ്ടുപിടിച്ചവനെ വിട്ടിട്ടില്ല അല്ലെ. ഈ നേരത്തെ പറഞ്ഞതുപോലെ പല സിനിമയ്ക്കും പല വേഷങ്ങളിൽ എടുക്കുന്ന പല കഥാപാത്രങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം നമുക്ക് നമ്മുടെയിലേക്ക് വന്നാലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വൈബിൽ നമുക്ക് വേണമെന്ന് തോന്നിയ ഒരു കഥാപാത്രം മനസ്സിലേതായിരിക്കും? ഇനി ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്തരം ഒരു കഥാപാത്രം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? ഇപ്പൊ അങ്ങനെ ഞാൻ അത്രയും ഒരു ഇന്ന കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് ആയിട്ടില്ല ചേട്ടാ. പക്ഷെ എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടമാണെന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ആദ്യത്തെ പടം പത്രോസിന്റെ പടപ്പെടുന്ന പടമായിരുന്നു. പിന്നെ എനിക്ക് ചെറിയ സൈഡ് റോൾ കിട്ടിയതെന്ന് അത്ര ഭയങ്കര കോമഡി ചെയ്യാനുള്ള സാധനങ്ങളായിരുന്നില്ല. പിന്നെ ശരിക്കും 18+ലാണെങ്കിലും അന്ന് ചേട്ടനും ഉണ്ടായിരുന്നു തിയേറ്ററിന്റെ അവിടെ. അപ്പൊ അത് കുറച്ചൊരു വേറൊരു ഷെയ്ഡായിരുന്നു. അപ്പൊ 18+ കുറച്ചൊന്ന് ആൾക്കാർ ഇതുപോലെ സിനിമ എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന 18+ കണ്ടിട്ടാണ്. അപ്പൊ അതിനുശേഷം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എല്ലാം എനിക്കിനി നെഗറ്റീവ് ഷെയ്ഡുള്ള കലിപ്പൻ പരിപാടികളാണോ. കലിപ്പൻ പരിപാടികൾ വരുന്നുണ്ട്, അവരെല്ലാം ഒരു കലിപ്പൻ പരിപാടിയായിരുന്നു. പക്ഷെ പ്രേമലു വന്നത് ഭയങ്കര സന്തോഷം കിട്ടി. കാരണം കോമഡി എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കോമഡി നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പല തരത്തിലുള്ള ആൾക്കാർ ഡയറക്ടേഴ്സ് വിളിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ശങ്കർ രാമകൃഷ്ണൻ സാറൊക്കെ വിളിച്ചിട്ട് അതെങ്ങനെയാണ് നീ ചെയ്തതെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു. നമ്മളൊക്കെ പുള്ളിയെ കാണുന്നത് ഭയങ്കര ഇന്റലക്ച്വൽ, പുള്ളിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശ്യാംപ്രസാദ് സാർ OTT വന്നതിന് ശേഷം ശ്യാംപ്രസാദ് സാർ എനിക്ക് മെസ്സേജ് അയച്ചു. അവരെല്ലാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാംപ്രസാദ് സാറിനൊക്കെ ഒരു പടം ഇഷ്ടമാവും നമ്മൾ ആലോചിക്കുന്നത്. അത്ര അങ്ങനത്തെ വേറെ റേഞ്ച് പടങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഇപ്പൊ ശരിക്കും കോമഡി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പ്രേമലിലൂടെ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ ഇനിയിപ്പോ നോക്കണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഡയറക്ടർമാരാണ്, അവരാണ് ശരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ പ്രേമലുവിലെ ക്യാരക്ടർ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അർബൻ ഗൈ ആണ്. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗിരീഷിന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ സ്പേസിൽ നിൽക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.